ഇന്ന് മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനായി പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയാൽ 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ കട്ട് ചെയ്ത് ചേർക്കാം. ഇത് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് പൊടികൾ ചേർക്കാം. ചൂടിത്തിരി കുറഞ്ഞിട്ട് വേണം ചേർക്കാൻ, ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചത്, 2 ടീസ്പൂൺ കായപ്പൊടി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് പൊടികൾ മൂത്ത് വന്നാൽ കുറച്ച് വിനാഗിരി ചേർത്ത് തിളപ്പിക്കാം. ഇനി ഇത് ഞാൻ ഒരു ദിവസം മുന്നേ മാങ്ങ ക്ലീൻ ചെയ്ത് വെള്ളമെല്ലാം തുടച്ച് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ഉപ്പിട്ട് വെച്ചത് കൊണ്ട് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്നും വെള്ളം ഉള്ളത് കൂടി ഇതിലേക്ക് ചേർത്ത് തിളയ്ക്കുമ്പോൾ മാങ്ങ ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒന്ന് തിളച്ച് വന്നാലുടൻ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി സൂക്ഷിക്കാം. അച്ചാർ എടുക്കുമ്പോൾ എപ്പോഴും ഉണങ്ങിയ സ്പൂൺ കൊണ്ട് മാത്രമേ എടുക്കാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് പൂപ്പൽ പിടിക്കും. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ മാംഗോ പിക്കിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.